ഹലോ, ഇന്ന് നമുക്കൊരു പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. അതിനാവശ്യമായ സാധനങ്ങൾ: നേന്ത്രപ്പഴം, ഞാനിതൊരു 3/4 കഷ്ണത്തോളം നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, പച്ചമുളക്. പിന്നെ കുറച്ച് മധുരം ഉണ്ടാവുമല്ലോ കൂട്ടാൻ, അപ്പോൾ കുറച്ചുകൂടെ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ഇടാം കേട്ടോ. പിന്നെ തൈര്, പിന്നെ വറുക്കാൻ വറ്റൽമുളക്, കരുവേപ്പില, ഉലുവ, കടുക്. ഇനി നമുക്ക് ഈ പഴത്തിനെ പാത്രത്തിലേക്ക് ഇട്ടിട്ട്, കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ പഴത്തിനെ നമ്മൾ ഇതിലേക്ക് കുക്കറിലേക്ക് ഇടുകയാണേ. വിസിലൊന്നും വരണ്ട കേട്ടോ, നല്ലോണം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം മതി, വേഗം വേവുമല്ലോ. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാൽ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. പൊടി ഇടുകയാണേ. ഉപ്പും ഇനി ഇത് വേവുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ. ഈ തൈര് ഞാനിപ്പോൾ തേങ്ങേൻ്റെ കൂടെ കൂട്ടിയിട്ട് അരക്കുകയാണേ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ വേറെ അരച്ചെടുത്ത് തൈര് ഒഴിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. എനിക്ക് പിന്നെ ഫുൾ എളുപ്പപ്പണിയാണ്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ, ഈ തേങ്ങേൻ്റെ കൂടെ ഈ തൈരും കൂടെ ഒഴിച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ. അരച്ചിട്ട് എടുക്കും. ഈ പഴം നല്ലോണം വെന്ത് വന്നു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ തൈരും തേങ്ങ, ജീരകം, പച്ചമുളക്, ജീരകമൊക്കെ അരച്ചതെടുക്കുക. അതിൽ കുറച്ച് കരുവേപ്പില ഇട്ടുണ്ടേ. ഇതെല്ലാം കൂടെ ഇതിലാക്കാം. എന്നിട്ടിതാ ഞാൻ അതിൻ്റെ ഇടയിൽ ആ ചെറിയ ശർക്കര ചീകി വെച്ചതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടോ. മധുരവും പുളിയും എരിവും ഒക്കെ ഉള്ള നല്ലൊരു പഴപ്പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പം മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ കൂട്ടാനൊക്കെ നല്ല ഇഷ്ടമുണ്ടാവും. എനിക്ക് മധുരം ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കൂട്ടാനുകളും ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. പിന്നെ ഞങ്ങളെ സപ്പോർട്ടും ചെയ്യൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.